ഈശ്വരുടെ മക്കളെ എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ആമേൻ. നമ്മളിപ്പോൾ നിൽക്കുന്നത് നേരത്തെ ഒരു ടെസ്റ്റിമണി എടുത്തല്ലോ ലിസിയാൻ്റെയുടെ വീടാണ്. അത് അവിടുന്ന് താഴേക്ക് വരുമ്പോൾ ഒത്തിരി ആത്മീയ ബന്ധമായി ഇവരെ ഇവിടെ യഥാസ്ഥാനപ്പെടുവാനായും ഈ ചർച്ചയുടെ സ്ഥാപിക്കുവാനുമായിട്ടൊക്കെ ഒത്തിരി ബന്ധം ഈ ലിസിയാൻ്റെയുമായിട്ട് ഈ കുടുംബത്തിനുണ്ട്. ഹല്ലേലൂയ. അതിനകത്ത് സ്തോത്രം ചെയ്യുന്നു. ലിസിയാൻ്റെയുടെ ഭവനമാണിത്. താരസിൻ്റെയും ശിവകുമാർ പാസ്റ്ററിൻ്റെയും ചർച്ചാണിത്. ഹല്ലേലൂയ. നമുക്ക് അവരുടെ ടെസ്റ്റിമണി വളരെ വിലയേറിയതാണ്. അനേക ചാനലുകളിൽ അവരുടെ ടെസ്റ്റിമണി ഉണ്ട്. ഹല്ലേലൂയ. ഇപ്പോൾ കൊറോണ സമയത്തിന് ശേഷം ചർച്ചൊക്കെ പണിയുവാനിടയായ മേളിൽ സ്ഥലവും എവിടെയാണെന്നൊക്കെ പാസ്റ്റർ പറയുന്നതായിരിക്കും. നമുക്ക് പാസ്റ്ററിൻ്റെ അടുത്തേക്ക് പോകാം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ് പാസ്റ്റർ ജി. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഭയങ്കര സന്തോഷം. എനിക്ക് തോന്നുന്നു ഞാൻ കൊറോണ സമയത്താണ് ലിസിയാൻ്റെയോട് സംസാരിക്കുമ്പോഴാണ് പാസ്റ്ററിനെ കുറിച്ച് കൂടുതൽ അറിയാനൊക്കെ സാധിച്ചത്. ഭയങ്കര സന്തോഷം. കാരണം ഞാനത് അതിന് മുമ്പ് ഒരു വർഷങ്ങൾക്ക് മുമ്പ് പാസ്റ്ററിൻ്റെ ഒരു ടെസ്റ്റിമണി പവർ വിഷനിലാണോ ഐ ഡോണ്ട് നോ വിച്ച് ചാനലിന് അറിയില്ല, നിങ്ങൾ രണ്ടുപേരുടെയും കൂടെയുള്ള ടെസ്റ്റിമണി ആദ്യ സമയങ്ങൾ പാസ്റ്റർ വിശ്വാസത്തിൽ വരുന്നത്. ബിക്കോസ് ജാതിയിൽ നിന്നും കർത്താവ് മുക്കോടി ദേവന്മാരെ സേവിച്ചുകൊണ്ടിരുന്ന ആ ഒരു ബന്ധനത്തിൽ നിന്നല്ലേ കർത്താവ് വിടുവിച്ചത്. ആ മൈറ്റി ടെസ്റ്റിമണി ഞാൻ കേൾക്കുവാനിടയായിട്ടുണ്ട്. അന്ന് ഞാൻ നടന്നുകൊണ്ടൊക്കെയായിരുന്നു നിങ്ങൾ ടെസ്റ്റിമണി പറഞ്ഞത്. യെസ്. അപ്പോൾ ആ ടെസ്റ്റിമണി ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ ഒരിക്കൽ പോലും വിചാരിച്ചില്ല കണ്ടുമുട്ടുമെന്ന്. പക്ഷേ ഗ്ലോബൽ ഇങ്ങനെ റൗണ്ട് ആണെന്ന് പിന്നെയല്ലേ നമ്മൾ അറിഞ്ഞത്. എവിടെ തിരിഞ്ഞാലും അപ്പോൾ കർത്താവിൻ്റെ ദൃഷ്ടി തൻ്റെ ഭക്തൻ്റെ മേലുണ്ടെന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മളെയൊക്കെ കണക്ട് ചെയ്തതിനായി സ്തോത്രം. ലിസിയാൻ്റെയെ പരിചയപ്പെട്ടപ്പോഴാണ് ലിസിയാൻ്റി നിങ്ങളുടെ കുടുംബവുമായിട്ട് ഒത്തിരി ആഴത്തിലുള്ള ബന്ധമാണെന്ന് മനസ്സിലായി. മിനിസ്ട്രിയോട് കൂടത്തിൽ നിങ്ങളെല്ലാവരും ഒരുമിച്ച് ഈ വർക്ക് ചെയ്യുന്നതിനായി സ്തോത്രം. അനേകരെ റെസ്ക്യൂ ചെയ്യുന്നതിനായി സ്തോത്രം. ആമേൻ. ദേവദാസ വി വെൽക്കം യു ടു ജീസസ് ഈസ് ഗോഡ് ചാനൽ. നമ്മുടെ ചാനലിനോട് ദേവദാസിന് അല്പസമയം ദേവദാസിയാണ് ടെസ്റ്റ് മണി പറയുന്നത്. അപ്പോൾ ദേവദാസിന് അല്പസമയം നമ്മളോട് സംസാരിക്കും. ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ വളരെ ഭക്തനായ ഒരു സിംഗറാണ്. ഹല്ലേലൂയ. അപ്പോൾ പ്രിയ ദൈവമക്കളെ, എനിക്ക് ഈ ദൈവദാസി പറയുന്നവർക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം വളരെ നാളുകൾക്ക് മുമ്പ് ഓൺലൈനിലൂടെ ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കുവാൻ കഴിഞ്ഞു. അന്ന് പരസ്പരം അന്നാണ് ആക്ച്വലി പരിചയപ്പെടുന്നത്. എന്നാൽ അതിനുശേഷം പ്രിയ കർത്തൃദാസിയുടെ മിനിസ്ട്രി ഓൺലൈനിൽ വരുമ്പോൾ ചിലപ്പോഴൊക്കെ കേൾക്കുകയും അത് കാണുകയും അതോടൊപ്പം തന്നെ കർത്താവിൻ്റെ ദാസി ലിസിയാനിലൂടെ ഒത്തിരി വിവരങ്ങൾ അറിയുവാനിടയായിത്തീരുന്നുണ്ട്. ഇന്ന് ജനത്തിൻ്റെ നടുവിൽ ശക്തമായി കർത്താവ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കർത്തൃദാസിക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഞങ്ങൾക്ക് ഇനിയൊരു ആത്മബന്ധം ക്രിസ്തുവിൽ തരുവാൻ വലിയവനാകുന്ന ദൈവം സഹായിച്ചു. ഒത്തിരി സന്തോഷമുണ്ട്. കാരണം ഇവിടെ കടന്നു വന്ന് ഞങ്ങളെ കാണുവാനും ഇതുപോലെ ടെസ്റ്റ് മണിയൊക്കെ എടുക്കുവാനും ഒക്കെ തോന്നിയ ആ സ്നേഹത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് എൻ്റെ വൈഫ് ആയിരിക്കും ടെസ്റ്റ് മണി പറയുന്നത്. എനിക്കൊരു മകനുണ്ട്, ആരോൺ. അവൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അവൻ സ്കൂളിലേക്ക് പോയിരിക്കുന്നു. നമുക്ക് അകത്തോട്ടിരിക്കുക, ഒരു പാട്ടൊക്കെ പാടി അതിനുശേഷം വൈഫ് ടെസ്റ്റ് മണി നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതായിരിക്കും. ദൈവം അനുഗ്രഹിക്കട്ടെ. Praise Lord sister. Hallelujah. Thank you Jesus. We welcome you. അപ്പോഴേ നമ്മൾ ഒത്തിരി സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ ആദ്യമായിട്ടാണ് നമ്മൾ കാണുന്നത്. മീറ്റിങ്ങിന് വന്നപ്പോൾ എവിടെയാ വന്നേ? പുത്തൂര്. ഹല്ലേലൂയ. ജസ്റ്റ് ലിസിയാൻ്റെ കൂടെ വന്ന് ഭയങ്കര സന്തോഷമായിരുന്നു. എനിക്ക് സന്തോഷം എന്താ കാര്യം എന്ന് പറഞ്ഞാൽ അനേകർ ക്രിസ്തുവിനെ അറിയാതെ ഇപ്പോൾ ഇരിക്കുമ്പോൾ നിങ്ങൾ മുക്കോടി എത്ര ദൈവങ്ങളാ? 30 ദേവന്മാരെ ആരാധിച്ചുകൊണ്ടിരുന്ന അവിടുന്ന് കർത്താവ് നിങ്ങളെ റെസ്ക്യൂ ചെയ്തു. ഭയങ്കരമായ മൈറ്റി മിനിസ്ട്രി നിങ്ങളെ കൊണ്ട് ചെയ്യിക്കാൻ. ഇറ്റ്സ് അമേസിംഗ് ഗ്രേസ്. അപ്പോഴേ പലരും പറയും വില്ലേജുകളിൽ അല്ലെങ്കിൽ നമ്മളായിരിക്കുന്ന ചെറിയ ചെറിയ സമൂഹങ്ങളിൽ ഒരാലയം പണിയെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് ഈസി. അതിന് ഒത്തിരി വില കൊടുത്തിട്ടുണ്ട്. അപ്പോഴേ ഇപ്പോൾ ഒത്തിരി സഹോദരിമാരെ റെസ്ക്യൂ ചെയ്യാൻ പറ്റുന്നുണ്ട്, വേദനയിലൂടെ പോകുന്നവരൊക്കെ. അതല്ലേ മിനിസ്ട്രി. അപ്പോഴേ കറക്റ്റ് ആളിനെയാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ജീസസ് ഈസ് ഗോഡ് ചാനൽ. ഞാൻ വിചാരിക്കുന്നത് ഞാൻ എത്ര പൊയ്ക്കൊണ്ടിരുന്ന എന്നെ ലിസിയാൻ്റെ അടുത്ത് നിന്ന് പെട്ടെന്ന് താരസിന്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. ഭയങ്കര സന്തോഷം. അപ്പൊ സിസ്റ്റർ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്താട്ടെ. ഹല്ലേലൂയ. സഭയെ കുറിച്ചും എല്ലാം സ്തോത്രം. പ്രൈസ് ലോർഡ്. ഇങ്ങനൊരു സാഹചര്യം ദൈവം എൻ്റെ ജീവിതത്തിൽ ഒരുക്കുന്നതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് ഞാൻ ഏകദേശം കൊറോണ ടൈമാണെന്ന് തോന്നുന്നു ലിസിയാൻ്റെ ത്രൂ നമ്മുടെ റാണി സിസ്റ്ററിൻ്റെ സൂം മീറ്റിങ്ങിൽ പങ്കെടുക്കുകയും പ്രാർത്ഥിക്കുകയും എൻ്റെ പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുമായിരുന്നു. അന്നു മുതൽ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു തൻ്റെ ദാസിയൊന്ന് നേരിട്ട് കാണുവാൻ.
എന്നാൽ കഴിഞ്ഞ ദിവസം പുത്തൂരിലൊരു ഓഡിറ്റോറിയത്തിൽ വെച്ച് തൻ്റെ ദാസി നടത്തുന്ന ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ ദൈവം എൻ്റെ ജീവിതത്തിൽ ഭാഗ്യം തന്നു. ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുകയാണ്. ക്രിസ്തുവിലുള്ള ആത്മബന്ധമാണ് നമ്മളെ ഓരോരുത്തരെ ഓരോ തലത്തിൽ വെച്ച് നമ്മളെ അടുപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനത് വിശ്വസിക്കുന്നു. ഇത് എൻ്റെ ജീവിതത്തിലും ഒരു വഴിത്തിരിവ് തന്നെയാണ്. കാരണം തൻ്റെ ശുശ്രൂഷ എൻ്റെ ജീവിതത്തിൽ അന്ന് വാസ്തവമായിട്ട് എനിക്ക് വലിയൊരു ആത്മീയ സാന്നിധ്യം അനുഭവിക്കുവാനും നമ്മളെ കൊണ്ടും കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി ചിലത് ചെയ്യാൻ കഴിയും എന്നൊക്കെ ഉള്ള ഒരു വലിയ കാഴ്ചപ്പാട് വീണ്ടും ദൈവം എൻ്റെ ജീവിതത്തിൽ തരുവാനായിട്ട് ഇടയായിത്തീർന്നു. അതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. തൻ്റെ ദാസിയെയും ശുശ്രൂഷയ്ക്ക് കൈത്താങ്ങലാകുന്ന എല്ലാ ജനത്തെയും, എല്ലാ സഹോദരി സഹോദരന്മാരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ഈ നിമിഷം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. സിസ്റ്റർ സഹോദരി പറഞ്ഞത് കണക്ക് തന്നെ ഞാനൊരു ക്രിസ്തീയ പാരമ്പര്യം ഇല്ലാത്തൊരു ഫാമിലിയിലാണ് ഞാൻ ജനിക്കപ്പെട്ടത്. ഒരു ഹിന്ദു നായർ ഫാമിലിയിൽ ജനിച്ചു. എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച ഏറ്റവും വലിയൊരു ശൂന്യാവസ്ഥ എന്ന് വെച്ചാൽ എൻ്റെ പിതാവ് എനിക്ക് നഷ്ടപ്പെട്ട സ്ഥാനത്ത് ശൂന്യമായ ഒരവസ്ഥ, അനാഥത്വത്തിൻ്റെ ഒരു അനുഭവങ്ങൾ എന്തൊക്കെ ഉണ്ടെന്ന് ഒരു മാനുഷിക ജീവിതം ഉണ്ടെന്ന് പറഞ്ഞാലും അപ്പനും അമ്മയും സഹോദരങ്ങളും എല്ലാം ഒരു സ്നേഹബന്ധത്തിലായിരിക്കുന്ന കുടുംബജീവിതത്തിന് അതൊരു വലിയ ഉറപ്പാണ്. പക്ഷെ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു അവസ്ഥയില്ലായിരുന്നു. എൻ്റെ അമ്മയുടെ വിവാഹം കഴിഞ്ഞ് 3-ാം മാസം എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഞാൻ ഉരുവായപ്പോൾ എൻ്റെ പിതാവ് എനിക്ക് നഷ്ടപ്പെട്ടു. സ്തോത്രം. എന്നാൽ അവിടെ വെച്ച് കാരണം എൻ്റെ നല്ല അറിവാവുന്ന പ്രായം മുതൽ ഈ ഒരു ശൂന്യാവസ്ഥ അത് മനുഷ്യരോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിലാവത്തില്ല. അപ്പം എല്ലാവരും ചോദിക്കും, സ്തോത്രം, എത്രയോ പേര് അപ്പനില്ലാതെ ജീവിക്കുന്നു, അമ്മയില്ലാതെ ജീവിക്കുന്നു, അനാഥരായി പോകുന്നു, അതൊക്കെ ചോദിക്കുമെങ്കിലും ഓരോരുത്തരുടെ അനുഭവത്തെ മറികടക്കുവാൻ ആർക്കും കഴിയത്തില്ല. അപ്പം ഞാൻ ചിന്തിച്ചത് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ശൂന്യാവസ്ഥയായിരുന്നു. എൻ്റെ പിതാവ് എൻ്റെ ജീവിതത്തിൽ ഇല്ലാത്തത് വലിയൊരു ശൂന്യാവസ്ഥയായിരുന്നു. എന്നാൽ ഞാൻ ആശ്രയിച്ചതും ഞാൻ കണ്ടതും കേട്ടതുമായ എല്ലാ ദൈവങ്ങളുടെ അടുക്കലും ചെന്നിട്ട് സ്വത്രം എന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ടോ എന്ന് ചോദിച്ച പല നാളുകളും വർഷങ്ങളും എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. എന്നാൽ അവരാരും മറുപടി പറഞ്ഞില്ല. കാലങ്ങൾ പിന്നിട്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ വിഷയങ്ങളും എൻ്റെ അമ്മയുടെ ജീവിതത്തിൽ കടബാധ്യതകളും ഒക്കെ പ്രശ്നങ്ങൾ ഒന്ന് മാറി കടന്നു വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് തിരിഞ്ഞ് എൻ്റെ ജീവിതത്തെ ഈ ലോകത്തുനിന്ന് നശിപ്പിക്കണമെന്ന് അല്ലെങ്കിൽ ഒരു ആത്മഹത്യയിലേക്ക് നയിച്ച് എൻ്റെ ജീവിതത്തെ തകർത്ത് കളയണമെന്നൊക്കെ ഞാൻ ചിന്തിച്ചൊരു സമയം ഉണ്ടായിരുന്നു. ഞാൻ മറ്റുള്ളവർക്ക് ഭാരമായി, ലോകത്തിന് ഭാരമായി, എൻ്റെ കുടുംബത്തിന് ഭാരമായി നിൽക്കാൻ ആഗ്രഹിക്കാത്തതുകൊണ്ട് സ്വത്രം ഒരു ആത്മഹത്യയുടെ ശ്രമത്തിലേക്ക് എൻ്റെ ശൈശവകാലം കഴിയുവാനായിട്ട് ഇടയായി. എന്നാൽ അവിടെ എല്ലാം എന്നെ മരണത്തിൽ നിന്ന് ഒരു നീക്കുപോക്ക് തന്ന അല്ലെങ്കിൽ മരണത്തിൽ നിന്ന് എന്നെ കൈപിടിച്ച് മറുകര കടത്തിയ ഒരു ദൈവസ്നേഹം എന്തെന്നോ യേശു ആരെന്നോ ഒന്നും അറിയാത്തൊരു കാലഘട്ടത്തിൽ പല മരണത്തിന് അനുഭവത്തിൽ നിന്നും ദൈവം എന്നെ മാറ്റിയെടുക്കുവാനായിട്ട് ഇടയായി. പക്ഷെ ഇന്നെനിക്കറിയാം സ്തോത്രം, അത് എൻ്റെ യേശുവിൻ്റെ സ്നേഹം മാത്രമാണ്, യേശുവിൻ്റെ കരം മാത്രമാണ്. ഒരു സുവിശേഷം പറഞ്ഞ് ഒരു ട്രാക്റ്റുമായിട്ട് പോലും ആ ഏരിയയിൽ ഒരു ദൈവദാസന്മാരെ അടുക്കത്തിലായിരുന്നു. എന്നാൽ അവിടെ വെച്ചിട്ട് സ്തോത്രം പ്രകൃതിയോട് കൽപ്പിച്ച് തൻ്റെ മക്കളെ വിളിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് വാസ്തവമായി ഞാൻ തിരിച്ചറിഞ്ഞ നാളുകളായിരുന്നു എൻ്റെ ചെറുപ്പകാലം. ഏകദേശം 17-17.5 വയസ്സിനകത്ത് വെച്ച് യേശു ദൈവമെന്ന് ഞാൻ തിരിച്ചറിയുവാനായിട്ട് എൻ്റെ ജീവിതത്തിൽ ദൈവം ഇടയാക്കി. ഞാൻ പറയട്ടെ, ദൈവം ഒരുവനെ കണ്ടിട്ടുണ്ടെങ്കിൽ നിശ്ചയമായും അത് എവിടെ പോയി ഒളിച്ചാലും ശരി. ഇന്ന് എൻ്റെ ഈ ശബ്ദം നിങ്ങൾ ആരെങ്കിലും കേൾക്കുന്നെങ്കിൽ ഞാൻ വ്യക്തമായി ദൈവാത്മാവിൽ നിങ്ങളോട് പ്രബോധിപ്പിക്കുന്ന സ്തോത്രം, ദൈവം ഒരുവനെ കണ്ടിട്ടുണ്ടെങ്കിൽ അവന് ജാതിയില്ല, മതമില്ല, വ്യവസ്ഥയില്ല, ഒന്നുമില്ല. സ്തോത്രം. ദൈവത്തിന്റെ വചനം പറയുന്ന സകല ഭൂസീമവാസിയുമായുള്ളവരെ എങ്കിലേക്ക് നോക്കി രക്ഷ പ്രാപിപ്പിൻ. ആ ദൈവത്തിന്റെ ശബ്ദം സ്തോത്രം സകല ഭാഷകളിൽ നിന്നും ഗോത്രങ്ങളിൽ നിന്നും വംശങ്ങളിൽ നിന്നും ജാതികളിൽ നിന്നും കർത്താവിന് വേണ്ടുന്നതിനെ ദൈവം വേർതിരിച്ച് സ്തോത്രം ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ സന്നിധിയിൽ കൊണ്ടുവരുവാൻ ദൈവം ഓരോ മുഖാന്തരങ്ങളെ അല്ലെങ്കിൽ ഓരോ വ്യക്തികളെ അതാത് സമയത്ത് ദൈവം അയക്കുന്നതാണ്. സ്തോത്രം. ദൈവവചനം നമ്മൾ പഠിക്കുമ്പോൾ സ്തോത്രം കെട്ടപ്പെട്ട ഒരു കഴുതയെക്കുറിച്ച് അവിടെ പറയുന്നു. അപ്പം അവിടെ ശിഷ്യന്മാരോട് ദൈവം പറയുന്നു, സ്തോത്രം യേശു പറയുന്നു, പരസ്യ ശുശ്രൂഷയിൽ പറയുന്നു, ഒരു കഴുതയുണ്ട് സ്തോത്രം, അതിന്റെ കെട്ടഴിച്ചു കൊണ്ടുവരാൻ പറയുന്നു. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഏതെല്ലാം തലങ്ങളിൽ ശത്രു കെട്ടപ്പെട്ട അവസ്ഥയിൽ നമ്മുടെ ജീവിതത്തെ ആക്കിയാലും മനുഷ്യരാൽ നമ്മൾ കെട്ടപ്പെട്ട് കിടന്ന
എന്നാലും ശരി ആമേൻ, ഞാൻ ഒരു കാര്യം നിങ്ങളോട് ദൈവവചനത്തിൽ നിന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം, എൻ്റെ അരുമനാഥൻ നിങ്ങളുടെ അരികിലേക്ക് കടന്നു വരും. സ്തോത്രം, ആമേൻ. അതിനൊക്കെ ഒരു മുഖാന്തരമാണ് എന്നെ പോലുള്ളവർ സാക്ഷ്യങ്ങൾ. സ്തോത്രം, എന്നെ പോലുള്ളവരുടെ ജീവിത അനുഭവങ്ങൾ. സ്തോത്രം, ഇന്ന് അനേക, ഞാൻ പറയട്ടെ, ബ്രാഹ്മണ സമുദായത്തിൽ നിന്ന്, നായർ സമുദായത്തിൽ നിന്ന്, ആമേൻ, പല സമുദായങ്ങളിൽ നിന്ന് സ്തോത്രം യേശുവിനെ അറിഞ്ഞ അനേകരുണ്ട് ഈ ലോകത്ത്. സ്തോത്രം, അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കെട്ടുകൾ അഴിക്കുവാൻ അവർ പറയുന്ന സാക്ഷ്യം, അല്ലെങ്കിൽ അവർ അനുഭവിച്ച ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആ അനുഭവം പറയുമ്പോൾ ഇതെല്ലാം നമ്മളോട് വ്യക്തമായി ഇടപെടുന്ന ഒരു വിഷയമാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ വ്യക്തമായി നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട ഒരു വിഷയമാണ്. സ്തോത്രം, കെട്ടപ്പെട്ട കഴുതയുടെ കെട്ടിനെ അഴിച്ച് ദൈവം പുറത്തു കൊണ്ടുവന്ന് യേശു അതിന്മേൽ വാഹനം കയറി. സ്തോത്രം, അതിനൊരു മാന്യത കൊടുത്തതുപോലെ നമ്മുടെ ജീവിതത്തിൽ മാന്യത തരുവാൻ ദൈവം ശക്തനാ. സ്തോത്രം, ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഇങ്ങനെ ആയിരിക്കുന്നത് യേശുവിന്റെ സ്നേഹം ഒന്നുകൊണ്ട് മാത്രമാണ്. സ്തോത്രം, ഇല്ലെങ്കിൽ ഈ യേശുവിനെ ഞാൻ അറിഞ്ഞില്ലായിരുന്നെങ്കിൽ, യേശുവിന്റെ സ്നേഹം ഞാൻ തിരിച്ചറിഞ്ഞില്ലായിരുന്നെങ്കിൽ അവൻ മരിച്ചെന്തേയും ഹല്ലേലൂയ ആ വെച്ച സ്ഥലം പോലും കാണാതെ വണ്ണം ജനം മറന്നു കളഞ്ഞേനെ. പക്ഷേ സ്തോത്രം, താര് ഇന്ന് പകൽക്കാലം ജീവനോടിരിക്കുന്നത് സ്തോത്രം എൻ്റെ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ കരം ഒന്നുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് എനിക്ക് സുവിശേഷത്തെക്കുറിച്ച് ഒരു ലജ്ജയുമില്ല. സ്തോത്രം, ഞാൻ എവിടെയും പറയും സ്തോത്രം, എൻ്റെ യേശു ജീവിക്കുന്ന ദൈവമാണ്. അനുഭവസ്ഥരെ ഒരിക്കലും തടുക്കുവാൻ ആർക്കും കഴിയില്ല. സ്തോത്രം, കർത്താവിന്റെ വചനം പറ, തന്നിൽ ആശ്രയിക്കുന്നവനെ അവൻ അറിയുന്നു. സ്തോത്രം, അങ്ങനെയെങ്കിൽ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് സ്തോത്രം ഈ ദിവസങ്ങളിൽ ഞാൻ പറയുന്ന ഈ വാക്യങ്ങളെല്ലാം ദൈവജനം ഏറ്റെടുത്താൽ സ്തോത്രം നിശ്ചയമായി ദൈവം നിങ്ങളുടെ അരികിലേക്ക് ഇറങ്ങി വരുവാനായിട്ട് ഇടയായി തീരും. ഞാൻ വിശ്വസിക്കുന്ന സ്തോത്രം, 17 വയസ്സിൽ ഒരു ജീവിതത്തിന്റെ ഏകദേശം നല്ല കഷ്ടതകളും വേദനകളും നിന്നയും പരിഹാസവും പട്ടിണിയൊക്കെ അനുഭവിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. ആമേൻ, സ്തോത്രം. എന്നാൽ അവിടെ എല്ലാം വെച്ച് സ്തോത്രം ഞാൻ ഇങ്ങനെ ഒരു ദൈവത്തോട് ചോദിച്ചു, എന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പറയാൻ കഴിയാത്ത സ്തോത്രം ആ ദൈവത്തിന്റെ നടുവിൽ നിന്ന് ജീവനുള്ള ഒരു ദൈവം. സ്തോത്രം, ഞാൻ ആരാധിക്കുന്ന, ഞാൻ സേവിക്കുന്ന, ഞാൻ ഇന്നുവരെ എന്നെ നടത്തിയ, എൻ്റെ അമ്മയുടെ ഉദരം മുതൽ എന്നെ കണ്ടവനും ഈ ഭൂമിക്ക് അടിസ്ഥാനം ഇട്ടതിനു മുമ്പേ എന്നെ പേർ ചൊല്ലി വിളിച്ചവനുമാകുന്ന ക്രിസ്തുവിന്റെ സ്നേഹം യഥാർത്ഥമായിട്ട് അനുഭവിച്ചറിയുവാൻ ദൈവം 17 വയസ്സിൽ ദൈവം എന്റെ ജീവിതത്തിൽ ഭാഗ്യം. അതിങ്ങനെയാണ്. സ്തോത്രം, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആത്മഹത്യക്ക് വേണ്ടി ശ്രമിച്ച വ്യക്തിയാണ്. സ്തോത്രം, അവിടെ എല്ലാം മരണം പരാജയമായി മാറിയപ്പോൾ സ്തോത്രം വീണ്ടും ഇനി എന്ത് ചെയ്ത് എന്റെ ജീവനെ കളയണമെന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ സ്തോത്രം ഒരു പേപ്പറിന്റെ രൂപത്തിലാണ് സ്തോത്രം യേശു ക്രിസ്തു എന്നോട് ഇടപെടുവാനായിട്ട് ഇടയായി തീരുന്ന. സ്തോത്രം, കാരണം നിങ്ങൾക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ ചിലപ്പം ഇതെല്ലാം എന്തൊക്കെയോ പറയുന്നെന്നൊക്കെ നമ്മൾ ചിന്തിക്കും. പക്ഷേ അനുഭവസ്ഥരെ ഒരിക്കലും സ്തോത്രം വിമർശിക്കാൻ ആർക്കും കഴിയത്തില്ല. അങ്ങനെ ഒരു പേപ്പർ എൻ്റെ മുമ്പിൽ വീഴുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ ആരോ പറയുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തു. സ്തോത്രം, നീ അതെടുത്ത് വായിക്കാൻ. സ്തോത്രം, ആ പേപ്പർ എടുത്ത് വായിച്ചപ്പോൾ 2 കാര്യമാണ്. ഒന്ന്, യേശു പാപികളെ സ്നേഹിക്കുന്ന ദൈവം. 2, അധ്വാനിക്കുന്നതിനും ഭാരം ചുമക്കുന്നവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരും, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. സ്തോത്രം, എനിക്കൊന്നും മനസ്സിലായി. സ്തോത്രം, ഞാൻ നേരത്തെ വചനം കേട്ടിട്ടില്ല. സ്തോത്രം, ഞാൻ യേശുവിനെ കുറിച്ച് ക്രിസ്മസിനൊക്കെ ഞാൻ അറിയുന്നതല്ലാതെ യേശുവിന്റെ ഒരു കാര്യങ്ങളും എനിക്ക് അറിയത്തില്ല. സ്തോത്രം, പക്ഷേ പിന്നെ ഞാൻ ചിന്തിച്ചു തുടങ്ങിയപ്പോൾ എൻ്റെ ജീവിതത്തിൽ ആ 2ാമത്തെ തന്നെ യേശു പാപികളെ സ്നേഹിക്കുന്ന ദൈവമെന്ന് ചിന്തിച്ച ആ ഒരു വചനം എൻ്റെ ഹൃദയത്തിന് ആഴത്തിലേക്ക് പതിവാനായിട്ട് തുടങ്ങിയ. സ്തോത്രം, ഞാൻ അവിടെ വെച്ചിട്ട് ഇങ്ങനെ ചോദിച്ചു, ദൈവമേ, ചിന്തിച്ചു, ഇങ്ങനൊരു ദൈവമുണ്ടോ? നിങ്ങളും ചിന്തിക്കണം, ഇങ്ങനൊരു ദൈവമുണ്ടോ? സ്തോത്രം, യേശു പാപികളെ സ്നേഹിക്കുന്ന ഒരു ദൈവം. കുറവുകളും കുറ്റങ്ങളും ഒരു ലോക മനുഷ്യന്റെ ജീവിതത്തിൽ, അല്ലെങ്കിൽ ഒരു സഹോദരിയുടെ ജീവിതത്തിൽ, അല്ലെങ്കിൽ ഒരു സഹോദരന്റെ ജീവിതത്തിൽ കുടുംബപരമായി എന്തെങ്കിലും ഒരു കുറവുകൾ വന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാവരെ കൈവിടും, തകർച്ച വന്ന കൈവിടും. പക്ഷേ ചേർത്തണയ്ക്കുന്ന ഒരു ദൈവമുണ്ടോ എന്നുള്ളൊരു ചിന്ത എൻ്റെ ഹൃദയത്തിൽ ഉടലെടുക്കുവാനായിട്ടിടയായി. ഞാൻ അവിടെ വെച്ച് ഇങ്ങനെ പറഞ്ഞു, ദൈവമേ, നീ ജീവനുള്ള ദൈവമെങ്കിൽ, നീ സത്യ ദൈവമെങ്കിൽ, സ്തോത്രം, എന്നെ സ്നേഹിക്കുന്ന യഥാർത്ഥ ദൈവം നീയാണെങ്കിൽ എന്നോടൊന്ന് വെളിപ്പെടുത്തി തരണം. സ്തോത്രം, ഞാൻ നിനക്ക് വേണ്ടി ജീവിച്ചു കൊള്ളാമെന്നുള്ള സ്തോത്രം ഒരു ഉറപ്പ് സ്തോത്രം എൻ്റെ ഹൃദയത്തിൽ നിന്ന് ആ ഉച്ച സമയം എടുക്കുവാനായിട്ട് ഇടയായി തീർന്നു. എന്നോട് സുവിശേഷം പറയാൻ ആരും വന്നിട്ടില്ല. സ്തോത്രം, യേശുവിന്റെ സ്നേഹം പറയാനോ അല്ലെങ്കിൽ ഇതാണ് സത്യമാർഗമെന്ന് പറയാനോ ആരും വന്നിട്ടില്ല. പക്ഷേ എന്നെ ദൈവം കണ്ടതുകൊണ്ട്, സ്തോത്രം, എന്നെ ദൈവത്തിന് ആവശ്യമുള്ളത് കൊണ്ട് ദൈവം ആ പേപ്പറിന്റെ രൂപത്തിൽ സ്തോത്രം എന്നോട് ഇടപെടുവാനായിട്ട് ഇടയായി. ഇന്ന് അനേക ദൈവദാസന്മാർ ട്രാക്റ്റുകൾ കൊടുക്കുന്നു, പലരും വായിക്കുന്നു, പലരും കളയുന്നു. സ്തോത്രം, പക്ഷേ ഞാൻ ഒന്ന് പറയാം, സ്തോത്രം, ആ ദൈവവചനം
ആവശ്യക്കാരൻ അത് എടുക്കുകയും ആവശ്യക്കാരൻ ജീവിതത്തിലേക്ക് മടങ്ങി വരികയും ചെയ്യുന്ന കാഴ്ച പലതും ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കാനായിട്ട് ഇടയായിട്ടുണ്ട്. സ്തോത്രം. അതുകൊണ്ട് ട്രാക്ട് കൊടുക്കുന്നവരെയും കർത്താവിന്റെ വേല തെരുവോരങ്ങളിൽ പ്രസംഗിക്കുകയും ചെയ്യുന്ന എല്ലാ ദൈവമക്കളും ദൈവം അനുഗ്രഹിക്കട്ടെ. അത് വലിയൊരു ശുശ്രൂഷ തന്നെയാണ്. സ്തോത്രം. ഞാനത് വിശ്വസിക്കുന്നു. ഞാൻ പറയട്ടെ, അവിടെ വെച്ച് ദൈവത്തോട് ഇങ്ങനെ പറഞ്ഞ, ദൈവമേ നീ സത്യ ദൈവമെങ്കിൽ ഞാൻ നിനക്ക് വേണ്ടി ജീവിച്ചു കൊള്ളാം. അവിടെ വെച്ച് തീരുമാനമെടുത്ത് ഞാൻ പറയട്ടെ, ഈ 17 വയസ്സ് വരെ എൻ്റെ കൂടെ നടക്കുന്ന എൻ്റെ അമ്മയ്ക്ക് എൻ്റെ അനാഥത്വത്തിന്റെ അവസ്ഥ അറിയത്തില്ല, എൻ്റെ കൂടെ നടക്കുന്ന കൂട്ടുകാർക്ക് അറിയത്തില്ല, എൻ്റെ കുടുംബക്കാർക്ക് അറിയത്തില്ല. പക്ഷേ ഞാൻ വിശ്വാസത്തോടെ ഞാൻ നിങ്ങളോട് ഇന്ന് പറയുന്ന ഒരു കാര്യം, സ്തോത്രം, ആ 17 വയസ്സ് വരെ എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച അനാഥത്വത്തിന്റെ ആ മുഖം മൂടി ദൈവം അന്ന് അവിടെ കീറിക്കളയാനായിട്ടിടയായി. ഏകദേശം സ്തോത്രം 17 വർഷക്കാലം ഞാൻ അനുഭവിച്ച തിരസ്കരണത്തിന്റെ, അനുഭവിച്ച വേദനയുടെ സ്തോത്രം ഒരു വലിയൊരു ശമനം, സ്തോത്രം, എൻ്റെ ജീവിതത്തിൽ നിന്ന് മുഖം മൂടി മാറിയെടുക്കുന്നത് പോലെ ഹൃദയത്തിന്റെ അകത്തളത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് നീക്കുവാൻ ഇടയായി തീർന്നു. അന്ന് പരിശുദ്ധാത്മാവെന്നൊന്നും ചോദിച്ചാൽ എനിക്കറിയത്തില്ല, സ്തോത്രം. പക്ഷേ ഞാൻ അനുഭവിച്ച ദൈവിക സന്തോഷം, ഞാൻ അനുഭവിച്ച എൻ്റെ ജീവിതത്തിൽ ആരൊക്കെ ഉണ്ടെന്നുള്ള സ്തോത്രം വലിയൊരു സന്തോഷം, സ്തോത്രം, എൻ്റെ ജീവിതത്തിൽ അന്ന് പകൽക്കാലം ദൈവം തരുവാനായിട്ടിടയായി. ഞാൻ പറയട്ടെ, ഒത്തിരി കഷ്ടതയിൽ കൂടി ഞാൻ കടന്നുപോയി. കർത്താവിന്റെ വചനം പറയുന്നത് പോലെ അനേക കഷ്ടങ്ങൾ ഞങ്ങളെ കാണിക്കുമാറാക്കിയവനെ നീ വീണ്ടും ഞങ്ങളെ ജീവിപ്പിക്കില്ലയോ എന്നതുപോലെ സ്വത്രം ഒത്തിരി കഷ്ടതയിൽ കൂടി, വേദനയിൽ കൂടി ഒറ്റയ്ക്ക് നിന്ന് തരണം ചെയ്യേണ്ട ചില സാഹചര്യങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നു. പക്ഷേ ഞാൻ പറയട്ടെ, സ്വത്രം, എന്നെ കണ്ട ദൈവം, എന്നെ പോറ്റി പുലർത്താമെന്ന് വാഗ്ദത്തം ചെയ്ത ദൈവം അന്ത്യത്തോളം എന്നെ ഉപേക്ഷിക്കാതെ ചേർത്തണച്ചുകൊള്ളാമെന്ന് പറഞ്ഞ വാഗ്ദത്തം ചെയ്ത എന്റെ തമ്പുരാൻ ഇന്നും എന്റെ കരം പിടിച്ചുകൊണ്ടേയിരിക്കുന്നു. സ്തോത്രം. അവിടെ വെച്ച് യേശു ദൈവമെന്ന് മനസ്സിലാക്കുകയും ആ സ്വർഗീയ സമാധാനം അനുഭവിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് സ്തോത്രം, എനിക്ക് നേഴ്സിംഗ് പഠിക്കാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ സാമ്പത്തികമായി സകലതും തകർന്ന, സ്തോത്രം, ഒരു നേരത്തിന് മറുനേരം ആഹാരമില്ലാതെ ഭാരപ്പെട്ട സമയത്ത് സ്തോത്രം, ആ ദേശത്ത് ഒരു അപ്പച്ചൻ, സ്തോത്രം, എന്നെ നേഴ്സിംഗ് പഠിപ്പിക്കുവാനായിട്ട് കൊണ്ടുപോയി. അവിടെ എന്നെ പഠിപ്പിക്കുന്ന ഒരു സഹോദരി, ജെസി എന്നാണ് പേര്, സ്തോത്രം. ആ വിശ്വാസം സ്തോത്രം എന്തെന്ന് മനസ്സിലാക്കി പെന്തിക്കോസ് അനുഭവം പ്രാപിച്ച ഒരു സഹോദരിയായിരുന്നു. സ്തോത്രം. അവിടെ വെച്ച് എന്നോട് സത്യ സുവിശേഷം പറഞ്ഞു. സ്തോത്രം. അവിടെ വെച്ച് ഞാൻ ദൈവത്തെ എന്റെ രക്ഷകനായിട്ട് സ്വീകരിച്ചു. എനിക്കൊരു പുതിയ നിയമ ബൈബിൾ തന്നു. സ്തോത്രം. അന്ന് നീലയും ചുമന്ന ബൈൻഡിട്ട ബൈബിളാണ്. സ്തോത്രം. ഒരു നീല ബൈൻഡിട്ടുള്ള ഒരു ബൈബിൾ എനിക്ക് തന്നു. സ്തോത്രം. ആദ്യമൊക്കെ വായിക്കുമ്പോൾ എനിക്കൊന്നും മനസ്സിലാകത്തില്ല. പക്ഷേ എന്നെ രാത്രിയുടെ യാമത്തിൽ എഴുന്നേറ്റ്, സ്തോത്രം, അല്ലെങ്കിൽ മണ്ണെണ്ണ വിളക്ക് കത്തിച്ചു വെച്ചു, വചനം വായിക്കുവാൻ തുടങ്ങി, ദൈവം എന്നോട് ഇടപെടുവാൻ തുടങ്ങി. സ്തോത്രം. അന്ന് കർത്താവിന്റെ സന്നിധിയിൽ ഒരു പൊട്ടിയ പോലെ കരയും. സ്തോത്രം. അനേക ദിവസങ്ങൾ തലയെണ്ണ കുതിർന്ന അനുഭവമൊക്കെ എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ പുറത്ത് ആർക്കും എന്റെ വേദന മനസ്സിലാക്കാതിരുന്നപ്പോൾ, സ്തോത്രം, ആ റൂമിൽ ഇരുട്ടേറിയ അനുഭവത്തിൽ ദൈവം എന്നോട് വ്യക്തമായി ഇടപെടുന്ന നാളുകളായിരുന്നു. സ്തോത്രം. ദൈവം എന്നെ ഓരോ ദിവസം പണിയുവാൻ തുടങ്ങി. പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും കടന്നു വന്നു. പ്രത്യേകിച്ച് ഞാൻ ഇങ്ങനെ ഒരു വിശ്വാസത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങൾ ദേശത്തും, സ്തോത്രം, കുടുംബത്തിന്റെ നടുവിലൊക്കെ അഭിമുഖീകരിക്കേണ്ടി വന്നു. സ്തോത്രം. പക്ഷെ എന്റെ തീരുമാനം ഒന്ന് മാത്രമായിരുന്നു. സ്തോത്രം. എന്നെ രക്ഷിച്ച ഒരു ദൈവത്തിനു വേണ്ടി, സ്തോത്രം, അന്ത്യത്തോളം സ്തോത്രം, എന്റെ ആയുസ്സിന് അവസാനം വരെയും, എന്റെ ശ്വാസം ഈ ഭൂമിയിൽ നിലയ്ക്കുന്ന ആ സമയം വരെയും എന്റെ കർത്താവിന് വേണ്ടി നിലകൊള്ളണമെന്നുള്ള വലിയൊരു ആഗ്രഹം എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ദൈവം ഇന്ന് വരെ എന്നെ പാലിച്ചു കൊണ്ടിരിക്കുന്നു. അതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഞാൻ അവിടെ വെച്ച് അങ്ങനെ ഒരു ക്രമീകരണത്തിലേക്ക് എൻ്റെ ജീവിതം കടന്നുപോയി. ഞാനിങ്ങനെ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, എനിക്ക് സ്വാതന്ത്ര്യമായിട്ട് ദൈവത്തെ ആരാധിക്കുവാൻ ഒരു സ്ഥലം എനിക്ക് ഒരുക്കണം. അങ്ങനെ മസ്കറ്റിന്റെ ദേശത്തേക്ക് ഞാൻ കടന്നുപോയി. അവിടെ വെച്ചിട്ടാണ് സീബ് എന്ന പട്ടണത്തിൽ, ആ സീബ് എന്ന് പറയുന്ന സ്ഥലത്ത് കടലിലാണ് വിശ്വാസ സ്നാന സത്യമെന്ന് മനസ്സിലാക്കി സ്നാനപ്പെടുവാനായിട്ട് ഇടയായി തീർന്ന. സോ ഞാൻ മസ്കറ്റിന്റെ ദേശത്ത് കടന്നു പോവുകയും ഞാൻ അവിടെ നല്ലൊരു ദൈവസഭയിലെ അംഗമായി ആരാധന കടന്നുപോയി. അവിടെ വചനമെല്ലാം കേൾക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഭയങ്കര ആഗ്രഹമായിരുന്നു സ്നാനപ്പെടണം. സ്നാനത്തിന് ആഴമൊന്നും എനിക്ക് മനസ്സിലായത്, പക്ഷെ എനിക്ക് ഒറ്റ ഒരു ആഗ്രഹമുള്ളത് യേശുവിനോട് ചേരണം, യേശുവിന് വേണ്ടി ജീവിക്കണം. സ്വന്തം ഞാൻ അങ്ങനെ ദൈവദാസന് സ്വസ്ഥ കൊടുക്കാതെ ഞാൻ പറഞ്ഞു, എനിക്ക് സ്നാനപ്പെട്ടേ പറ്റൂ പാസ്റ്റർ. അങ്ങനെ ആ ദൈവദാസൻ, സ്തോത്രം, ഈ നാട്ടിൽ നിന്ന് വിസിറ്റിങ്ങിന് വന്ന ഒരു ദൈവദാസനുമായിട്ട്, സ്തോത്രം, സീബിന്റെ ദേശത്ത് കടലിലാണ് ഞാൻ സ്നാനപ്പെടുവാനായിട്ട് ഇടയായത്. ഞാൻ പറയട്ടെ, സ്തോത്രം, ആ സ്നാനപ്പെട്ട് തിരികെ കയറുമ്പോൾ എൻ്റെ ജീവിതത്തിൽ
ജീവിതത്തിൽ വലിയൊരു ദൗത്യം എൻ്റെ ഹൃദയത്തിൽ തരുവാനായിട്ട് ഇടയായി. കാരണം ഞാൻ അപ്പോഴും ചിന്തിച്ചു, അപ്പോഴാണ് സത്യത്തിൽ എനിക്ക് യഥാർത്ഥ രക്ഷയെക്കുറിച്ചും ഈ സ്നാനത്തെക്കുറിച്ചും ഒക്കെ എനിക്ക് ആഴത്തിൽ മനസ്സിലാക്കുവാൻ ആ സമയം ദൈവം എൻ്റെ ജീവിതത്തിൽ ഭാഗ്യം തന്നു. അവിടെ വെച്ചിട്ടാണ് ഞാൻ തീരുമാനമെടുത്തത്, കർത്താവെ, എൻ്റെ ജീവിതം കൊണ്ട് എന്നെ രക്ഷിച്ചൊരു ദൈവമുണ്ട്, സ്തോത്രം, എന്നെ സ്നേഹിച്ചൊരു ദൈവമുണ്ട്. അതുകൊണ്ട് ആ ദൈവത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ എനിക്കൊന്ന് ചെയ്യണമെന്നുള്ള വലിയൊരു ആഗ്രഹം ദൈവം എൻ്റെ ജീവിതത്തിൽ തരുവാനായിട്ട് ഇടയായി തീർന്നു. ഞാൻ മസ്കറ്റ് ദേശത്ത് കടന്നു പോയപ്പോഴാണ് എനിക്ക് നല്ലൊരു ചർച്ച എനിക്ക് കൃപയാല ദൈവം എനിക്ക് ഒരുക്കി. ഞാൻ അവിടെ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് സ്നാനത്തെക്കുറിച്ച് വലിയ കാഴ്ചപ്പാടൊന്നും ഇല്ലെങ്കിലും എനിക്ക് ഒറ്റൊരാഗ്രഹമുള്ളായിരുന്നു, യേശുവിന് വേണ്ടി എൻ്റെ ജീവിതം സമർപ്പിക്കണം, അല്ലെങ്കിൽ നല്ലൊരു ക്രിസ്ത്യാനിയായിട്ട് എനിക്ക് ജീവിക്കണം. ആ വലിയൊരു ആഗ്രഹം എനിക്ക് കടന്നു വരികയും ഞാൻ ദൈവദാസനോട് പറഞ്ഞു, എനിക്ക് സ്നാനപ്പെട്ടേ പറ്റുള്ളൂ പാസ്റ്ററെ. അപ്പം പറഞ്ഞു, മോളെ, നീ വന്നതല്ല ഉള്ളൂ, വചനമൊക്കെ പഠിക്കട്ടെ. ഞാൻ പറഞ്ഞു, ഇതിൽ കൂടുതൽ ഇനി എനിക്ക് ഈ വചനത്തിൻ്റെ ആഴങ്ങളിലേക്കൊന്നും പോകാൻ എനിക്കറിയത്തില്ല, പക്ഷെ ഞാൻ ജീവിക്കുന്നെങ്കിൽ അത് ദൈവത്തിന് വേണ്ടിയായിരിക്കും. ആ ഒരു തീരുമാനം ഞാനിങ്ങനെ ദൈവദാസനോട് പറഞ്ഞു കഴിഞ്ഞപ്പം പറഞ്ഞു, ഇനി വെള്ളം വിലക്കാനോ സ്നാനം വിലക്കാനോ പറ്റത്തില്ലെന്ന് മനസ്സിലാക്കിയപ്പോൾ ദൈവദാസൻ എന്നെ സ്നാനപ്പെടുത്തുവാനായിട്ട് ഇടയായി. ഞാൻ സീബിൻ്റെ ദേശത്ത് ആ കടലിലാണ് സ്നാനപ്പെട്ടത്. സ്നാനപ്പെട്ട് പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ ജീവിതത്തിനകത്ത് വലിയൊരു ദൗത്യം ദൈവം ഹൃദയത്തിൽ തരുവാനായിട്ട് ഇടയായി. കാരണം എന്നെപ്പോലെ അനുഭവിക്കുന്ന, വേദന അനുഭവിക്കുന്ന ആ തകർന്ന കുടുംബങ്ങളിൽ അമ്മയും സ്നേഹം കിട്ടാതെ അനേക കുടുംബങ്ങളും കുഞ്ഞുങ്ങളൊക്കെ നിലവിളിക്കുന്ന അനുഭവമൊക്കെ എൻ്റെ ജീവിതത്തിലും മറ്റുള്ള ജീവിതത്തിലും ഞാൻ കണ്ടുവന്നൊരു വ്യക്തിയാണ്. അതുകൊണ്ട് ഞാനിങ്ങനെ ദൈവത്തോട് പറഞ്ഞു, കർത്താവ്, എൻ്റെ ജീവിതം കൊണ്ട് എന്നെ രക്ഷിച്ച ഒരു ദൈവത്തിന് എൻ്റെ ജീവിതം കൊണ്ട് എന്തെങ്കിലും ചെയ്യണമെന്നുള്ള വലിയൊരു ആഗ്രഹം, സ്തോത്രം, ആ സ്നാനപ്പെട്ട് ഞാൻ പുറത്തു വരുമ്പോൾ എനിക്കത് എൻ്റെ മനസ്സിൽ തോന്നുവാനായിട്ട് ഇടയായി. ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, ഞാൻ അവിടുത്തെ വേല ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു, സ്തോത്രം. ഒരിക്കലും ഞാനൊരു പാസ്റ്ററിൻ്റെ ഭാര്യയായിട്ടോ അല്ലെങ്കിൽ പാസ്റ്ററിൻ്റെ ഒരു ഫാമിലിയിൽ കല്യാണം കഴിക്കണമെന്നൊന്നും ഞാൻ ആഗ്രഹിച്ച വ്യക്തിയല്ല. പക്ഷേ എൻ്റെ ഹൃദയത്തിൽ ആഗ്രഹമായിരുന്നു, എന്നെ സ്നേഹിച്ചൊരു ദൈവത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണം, സ്തോത്രം. നമ്മളെല്ലാം അങ്ങനല്ലേ, സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ വാസ്തവമായി യഥാർത്ഥ സ്നേഹത്തോടെ കടന്നു വരുമ്പോഴാണ് കർത്താവിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണം, ദൈവത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഒന്ന് പ്രവർത്തിക്കണം, അല്ലെങ്കിൽ ആരെങ്കിലും എൻ്റെ യേശുവിന് വേണ്ടി ഒന്ന് നേടണം എന്നൊക്കെയുള്ള വലിയൊരു ആത്മദാഹം വരുന്നത്, സ്തോത്രം. വാസ്തവമായി യേശുവിൻ്റെ ഹൃദയപ്രകാരം യേശു സ്നേഹിക്കുന്ന ആ സ്നേഹം മനസ്സിലാക്കിയത് കൊണ്ടാണ് നമുക്ക് ആ തീരുമാനം എടുക്കുവാനായിട്ട് ഇടയായിത്തീരുന്നത്. അപ്പം എനിക്ക് എൻ്റെ ഹൃദയത്തിൽ തോന്നി, സ്തോത്രം, എനിക്ക് കർത്താവിന് വേണ്ടി ജീവിക്കണം. അത് ഏത് വിധത്തിലാണ് ദൈവം എന്നെ ഉപയോഗിക്കുന്നത്, അപ്രകാരം ആ കർത്താവിൻ്റെ ഹിതത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുവാൻ ഞാൻ ആഗ്രഹിച്ച് അവിടെ വെച്ച് ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവ്, എൻ്റെ ജീവിതത്തിൽ ഒരു വിവാഹ ജീവിതം ഉണ്ടെങ്കിൽ കർത്താവിൻ്റെ വേല ചെയ്യുന്നൊരു വ്യക്തി എനിക്ക് തരണമെന്ന് ഞാൻ ദൈവത്തോട് നിലവിളിക്കാൻ തുടങ്ങി. 6 വർഷം ഞാൻ പ്രാർത്ഥിച്ചു, സ്തോത്രം. എന്നാൽ ആ പ്രാർത്ഥനയ്ക്ക് മറുപടിയായിട്ട്, സ്തോത്രം, എന്നെ ഒരു ദൈവദാസനാണ് വിവാഹം കഴിക്കുവാനായിട്ട് ഇടയായത്, ശിവകുമാർ എന്നാണ്. അങ്ങനെ കർത്താവിന്റെ വേല ഞങ്ങൾ വിശ്വസ്തയോടെ ഈ ദിവസങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മളിപ്പം കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് സിസ്റ്റർ ജാതിയിൽ നിന്നും ദൈവം തിരഞ്ഞെടുത്തു, സ്നാനപ്പെട്ടു, ദൈവം ഒരു ദൗത്യം സിസ്റ്ററിന് തന്നു. അപ്പോഴടുത്ത സ്റ്റെപ്പ് എന്തുമായിരിക്കും നമുക്ക് ദൗത്യം ചെയ്യാനായിട്ട്? ദൈവം കൂട്ടാളിയെ തന്നു, അതിനുശേഷമാണോ അഭിഷേകം പ്രാപിക്കുന്നത്? ഇല്ല, അതിനു മുമ്പ് അഭിഷേകം. അതെങ്ങനെയായിരുന്നു അത്? കാരണം എല്ലാവരും ദൈവത്തെ ആത്മാവിൽ ആരാധിക്കുന്നതും, കാരണം ആ പരിശുദ്ധാത്മാവിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ തുടങ്ങിയപ്പോൾ, വചനത്തിൽ കൂടി മനസ്സിലാക്കാൻ തുടങ്ങിയപ്പോൾ, ഒരു അന്യഭാഷയിൽ ഒതുങ്ങുന്നതല്ലല്ലോ ദൈവാത്മാവ്. അത് ഒരു സിമ്പിൾ, ഫസ്റ്റ് നമുക്ക് കിട്ടുന്നതിൻ്റെ ഒരു അടയാളം പോലെയാണ് അന്യഭാഷയിൽ നമ്മൾ സംസാരിക്കുന്നത്. പക്ഷെ ഞാൻ വ്യക്തമായി ദൈവ സാന്നിധ്യം എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച വ്യക്തിയാണ്. മണിക്കൂർ കണക്കിന് ദൈവസന്നിധിയിൽ നിലവിളിക്കുകയും പ്രാർത്ഥിക്കുകയും, മസ്കറ്റിന്റെ ദേശത്ത് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും, ഏറ്റവും ഉപവസിപ്പാൻ ദൈവം എൻ്റെ ജീവിതത്തിൽ ഭാഗ്യം തന്നു. എൻ്റെ ആ മരുഭൂ ജീവിതം എനിക്ക് സ്പിരിച്വലി, എൻ്റെ ആത്മീയ തലത്തിലും ശുശ്രൂഷ തലത്തിലും എങ്ങനെയൊക്കെ ആയിത്തീരണമെന്നുള്ള ഒരു മോൾഡ് ചെയ്യുന്ന ഒരു സ്ഥലമായിട്ടായിരുന്നു മസ്കറ്റിന്റെ ദേശം എൻ്റെ ജീവിതത്തിൽ. നിശ്ചയമായിട്ട് ദൈവം എന്നോട് സംസാരിച്ചു. ഞാൻ പറയട്ടെ, പരിശുദ്ധാത്മാവിനെ ഒരു ആളത്വമായിട്ട് അംഗീകരിക്കാൻ, ആ സാന്നിധ്യം അനുഭവിക്കുവാൻ അത് സിസ്റ്റർ ആഗ്രഹിച്ചപ്പോഴാണോ കിട്ടിയത്? കാരണം ഒത്തിരി പേർക്ക് ഇപ്പം നമ്മുടെ ദൈവമക്കൾക്ക് ഞാൻ ഓരോ മീറ്റിങ്ങിൽ പോകുമ്പോഴും അഭിഷേകം പ്രാപിക്കാൻ ഒത്തിരി ആഗ്രഹിക്കുന്നവരുണ്ട്. കുറെ നാളുകളെ അവർക്ക് അഭിഷേകം പ്രാപിക്കാൻ പറ്റുന്നില്ല. അപ്പൊ അങ്ങനെയുള്ളവർ എങ്ങനെയാണ് അത് സിസ്റ്റർ റിസീവ് ചെയ്തത്? അതായിരിക്കും വലിയ. തീർച്ചയായിട്ടും ഞാൻ ആഗ്രഹിച്ചു. നമ്മൾക്ക് ആഗ്രഹമാണല്ലോ, ആഗ്രഹിക്കുന്ന മനസ്സിൽ തൃപ്തീകരിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം.
അപ്പം തീർച്ചയായിട്ടും നമ്മൾ ആഗ്രഹിക്കണം അത് കിട്ടുവോളം. കാരണം ദൈവത്തിന്റെ വചനം അത് ദാനമായി തരുന്നെന്നാ പറഞ്ഞത് അല്ലേ? പരിശുദ്ധാത്മാവ് ഒരുവന്റെ മേൽ വരുന്ന ആ ദാനം തന്നെയാണ്. അത് നമ്മൾ എത്രത്തോളം ആഗ്രഹിക്കുന്നു, നമ്മൾ എത്രത്തോളം ഒരുക്കപ്പെടുന്നുവോ, നമ്മൾ എത്രത്തോളം ദൈവത്തിന് താണിരിക്കുന്നുവോ, ആ സമയത്താണ് ദൈവം നമ്മളോട്ട്. എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ദൈവസന്നിധി ഒത്തിരി നിലവിളിച്ച വ്യക്തിയാണ്. ഏകദേശം സ്നാനപ്പെട്ട് കഴിഞ്ഞ് 1 വർഷത്തോളം ഇതിനു വേണ്ടി ദാഹിച്ചൊരു വ്യക്തിയാണ്. പക്ഷെ നിറച്ചു കഴിഞ്ഞപ്പോൾ കർത്താവ് അതിൻ്റെതായ രീതിയിൽ അനുഭവം ഒന്ന് പറയാമോ? എങ്ങനെയായിരുന്നു ആ ഫസ്റ്റ്? ഞാൻ അവിടെ മസ്കറ്റിന്റെ അവിടെ ഒരു ഉപവാസ പ്രാർത്ഥന ഉണ്ടായിരുന്നു. അപ്പം എല്ലാവരും അന്യഭാഷയിൽ ആരാധിക്കുന്നു, വെളിപ്പാട് കാണുന്നു, ദർശനം കാണുന്നു, ശുശ്രൂഷയ്ക്ക് വേണ്ടി പുറപ്പെടുന്നു. ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എന്റെ ജീവിതത്തിനകത്തും എനിക്ക്, കാരണം ഞാനും ആഗ്രഹിച്ചിട്ടുണ്ട് കർത്താവിന്റെ വേല ചെയ്യും. അപ്പൊ ഈ സാന്നിധ്യമില്ലാതെ പോകാൻ പറ്റത്തില്ല, സാന്നിധ്യമില്ലാതെ പോകാൻ പറ്റില്ല. അപ്പൊ ഞാൻ ദൈവത്തോട് ഇങ്ങനെ പറഞ്ഞു, കർത്താവ് അങ്ങനെ ഒരു അഭിഷേകം ഉണ്ടെങ്കിൽ എനിക്ക് തരണം. അപ്പൊ ഒരു ദിവസം ഉപവാസം തുടങ്ങി ഏകദേശം 5 ദിവസത്തോളമായിട്ടും എനിക്കത് തന്നില്ല ദൈവം. പക്ഷെ ഞാൻ ദൈവത്തോട് ഇങ്ങനെ ആ ടെറസിന്റെ മണ്ടയിൽ ഇരുന്ന് പ്രാർത്ഥിച്ച് ഞാൻ കർത്താവേ, നീ എന്നെ മകളായിട്ട് അംഗീകരിച്ചോ. നാളെ നിങ്ങളത് ചോദിക്കണമെന്നില്ല, എന്റെ എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞു. എന്നെ വാസ്തവമായ ഒരു മകളായിട്ട് ദൈവം അംഗീകരിച്ചെങ്കിൽ ആ ആത്മാവിനെ എനിക്ക് തരണം. പക്ഷെ തുടങ്ങി മീറ്റിംഗ് തുടങ്ങി, ആ സ്വതന്ത്രം ദൈവദാസൻ ഓടി വന്നെന്റെ തലയിൽ കൈവച്ചു. സ്വതന്ത്രം വലിയൊരു അഭിഷേകത്തിന്റെ ശക്തി എന്നെ ഇറങ്ങുവാനായിട്ട് ഇടയായി. അന്നാണ് ഞാൻ പലതും മാറി ചിന്തിക്കുവാൻ തുടങ്ങിയത്. ഒരുവന്റെ ജീവിതത്തിൽ സ്വതന്ത്രം വ്യതിയാനം വരുത്തുവാൻ നമ്മൾ ആരെന്ന് ആക്ച്വലി നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു ദൈവിക പദ്ധതിയാണ് ഒരു അഭിഷേകത്തിന്റെ ശക്തി. മീൻസ് സത്യം മീൻസ് പരിശുദ്ധാത്മാവ് കാര്യസ്ഥൻ വരുമ്പോൾ നിങ്ങൾ ഈ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധ്യം വരുത്തും. നമ്മളിൽ പകർന്നതിന് ശേഷം നമ്മളിലൂടെ ആ പരിശുദ്ധാത്മാവ് അനേകരിലേക്ക് നമ്മളെ ഉപയോഗിക്കുക, അവർക്ക് ബോധം വരുത്താൻ. ഈ സത്യം ആരും അറിയുന്നില്ല. ഇപ്പൊ പരിശുദ്ധാത്മാവിന്റെ തന്നെ കാര്യം പറയുവാണെങ്കിൽ, പരിശുദ്ധാത്മാവ് ഇപ്പം നമുക്ക് ദേഹം ദേഹി ആത്മാവുണ്ട്. അപ്പൊ ദേഹം ദേഹി ആത്മാവുണ്ടെങ്കിൽ നമ്മുടെ ആത്മാവ് വീണ്ടെടുക്കപ്പെട്ടു. പക്ഷെ നമ്മുടെ ദേഹിയിൽ ഒരു പ്രോസസ്, നമ്മളെ ക്രിസ്തുവിന്റെ പൂർണ്ണതയിലേക്ക്, അവന്റെ സൗരഭ്യ വാസനയിലേക്ക് നമ്മളെ കൊണ്ടുവരുന്നത്, നമ്മളെ വിശുദ്ധീകരിക്കുന്നത്, എന്നുവെച്ചാൽ രക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നതാണ് ഒരു ദൈവവൈദ്യൻ. ആ രക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്ന അനുഭവത്തിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കുന്ന ഒരു കാര്യസ്ഥനാണ് പരിശുദ്ധാത്മാവ്, അവന്റെ തന്നെ ആത്മാവ്. അപ്പോഴും ഇത് നമ്മുടെ ഉള്ളത്തിലേക്ക് വരുമ്പോഴാണ് നമ്മളെ അവന്റെ സ്വഭാവം പഠിപ്പിക്കാൻ തുടങ്ങും, നമ്മളെ ഡിനൈ ചെയ്യിപ്പിക്കാൻ തുടങ്ങും. അതുകൊണ്ടാണ് ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ആഗ്രഹിച്ചാൽ തന്നെത്താൻ പരിത്യജിച്ച് തന്റെ ക്രൂശുമെടുത്ത് എന്റെ പിന്നാലെ. ക്രൂശ് ചുമക്കണമെങ്കിൽ, ആ സൗരഭ്യവാസനയിലൂടെ പോകണമെങ്കിൽ, ആ ദൈവത്തിന്റെ ഇഷ്ടം അറിയണമെങ്കിൽ നമ്മൾ ഡിനൈ ചെയ്യുമ്പോൾ ആ ഗ്ലോറി വെളിപ്പെടുന്നത്. അതിന് സഹായിക്കുന്ന എന്തുവാ? നമ്മുടെ കഷ്ടത വരുമ്പോൾ നമ്മൾ ഗീവ് അപ്പ് ചെയ്യാൻ നോക്കാം. അപ്പൊ പരിശുദ്ധാത്മാവ് നമ്മളെ പ്രബോധിപ്പിക്കും. ഇറ്റ്സ് എ ബിഗ് പ്രോസസ്. ഓരോരുത്തർക്കും ഓരോ അനുഭവമാണ്. പരിശുദ്ധാത്മാവ് ഒരുവന്റെ മേൽ വരുമ്പോഴാണല്ലോ നമ്മള് പരിശുദ്ധാത്മാവ് ഒരുവന്റെ മേൽ വരുമ്പോഴാണ് ആക്ച്വലി നമുക്ക് ജീവിക്കാൻ പോലും, ക്രിസ്തീയ ജീവിതത്തിൽ തന്നെ ഒരു ജീവിക്കാൻ ഒരു എന്ന് വെച്ചാൽ പ്രേരണ. നമ്മൾ ചത്തിരുന്നു, അത്രയും ഫോക്കസ് ഇല്ലായിരുന്നു, ഡെസ്റ്റിനേഷൻ ഇല്ലായിരുന്നു. അത് മുതൽ നമുക്കൊരു ഒരു ക്രിസ്തുവിന്റെ സന്തോഷം വരും. ജോയ് ഓഫ് ദ ലോർഡ് ഈസ് മൈ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ഈ പറയുന്നത് നമ്മൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ചവർക്കും പ്രശ്നങ്ങളും പ്രതികൂലവും ഉണ്ട്. പക്ഷെ അങ്ങനെയല്ല, നമ്മള് അത് തന്നെയാണ്. പക്ഷെ അതിന്റെ ഒരു ഒന്നുകൂടെ എൻലാർജ് ചെയ്ത് പറയുകയാണെങ്കിൽ, നമ്മളെപ്പോഴും ഇങ്ങനെ എല്ലാ സമൃദ്ധിയിലിരിക്കുമ്പോൾ ക്രിസ്തുവിനെ സന്തോഷിക്കില്ല. ഒരിക്കലും ക്രിസ്തു കഷ്ടത്തിലൂടെ പോകുന്ന സമയത്തല്ലേ ഒത്തിരി നമുക്ക് പ്രാർത്ഥിക്കാൻ പറയണം. കാരണം ഒരു സമയമാകുമ്പോൾ നമ്മളെ എന്റെ ജീവിതത്തിൽ മനുഷ്യരെ എല്ലാം മാറ്റി, കാരണം ഞാൻ അവരെ ആശ്രയിക്കുമെന്ന് വെച്ചിട്ട്. അപ്പോഴാണ് ഞാൻ ഈ കർത്താവ്, അതുകൊണ്ടാണ് ഞാൻ സഹോദരിമാരോട് പറഞ്ഞത്, നിങ്ങൾ ക്രിസ്തുവിനെ ആശ്രയിക്കും, ക്രിസ്തുവിനോട് സംസാരിക്കും. ആമേൻ, ഹല്ലേലൂയ. ദൈവത്തിൽ നമ്മൾ, എന്റെ അഭിഷേകത്തിൽ ദൈവത്തെ ആത്മാവിൽ ആരാധിച്ചുകൊണ്ടിരിക്കുന്നു. പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും ഒന്നും കഴിഞ്ഞെന്നല്ല, അതിൻ്റെ നടുവിലും സ്തോത്രം. ആമേൻ, ഞാൻ ആത്മാവിൽ ആരാധിക്കുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുമ്പോൾ, ആമേൻ, ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെടുന്ന സാഹചര്യമാണ് സ്തോത്രം. ഞാൻ പറയട്ടെ സ്തോത്രം, അഭിഷേകം
ഇന്ന് ഒരു അന്യഭാഷയിൽ ഒതുങ്ങി അല്ലെങ്കിൽ ഒരു കാട്ടിക്കൂട്ടലല്ല സ്വതന്ത്രം. നമ്മുടെ കൂടെ നടക്കുന്ന ഒരു പരിശുദ്ധാത്മാവിനെ നമ്മൾ ഈ ദിവസങ്ങൾ റിസീവ് ചെയ്യണം സ്വതന്ത്രം. കാരണം നമ്മുടെ കൂടെ നമ്മുടെ കുഞ്ഞുങ്ങൾ നടക്കും, ഭർത്താവ് നടക്കും, ചിലപ്പോൾ അപ്പനും അമ്മയൊക്കെ നടക്കും. പക്ഷെ ഇതിനേക്കാൾ ഉപരി ദൈവമായിട്ടുള്ളൊരു അഭേദ്യ ബന്ധം. അതുകൊണ്ടാണല്ലോ പറഞ്ഞ വെയിലാറുമ്പോൾ ഏദൻ തോട്ടത്തിൽ കർത്താവ് വരുമെന്ന് സ്വതന്ത്രം. തന്റെ സൃഷ്ടിയുമായിട്ട് നടക്കാൻ ആ ഒരു സാന്നിധ്യം വന്നതുകൊണ്ടല്ലേ അവരുടെ ജീവിതത്തിൽ പാപം ചെയ്തപ്പോൾ അവർക്ക് മനസ്സിലായി ദൈവം വന്നപ്പോൾ അവർ മാറിക്കളഞ്ഞു സ്വതന്ത്രം. അവർ ഒളിച്ചിരുന്നു എന്നതുപോലെയാണ് ഒരുവന്റെ മേൽ പരിശുദ്ധാത്മാവ് കടന്നു വരുമ്പോൾ ഒരാവരണമായി എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് നിഴലിടുമ്പോഴാണ് യഥാർത്ഥ ക്രിസ്തീയ വിശ്വാസം എന്തെന്നും യഥാർത്ഥ ജീവിതം എന്തെന്നും. ഇപ്പൊ ഞാനൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് പരിശുദ്ധാത്മാവ് ഇടപെടും. അവിടെയാണ് നമ്മുടെ ഹൃദയത്തിന്റെ മനസ്സാക്ഷി അല്ലെങ്കിൽ നമ്മുടെ മനസ്സാക്ഷിയും ദൈവത്തിന്റെ സാന്നിധ്യം കൊണ്ട് ഒരുമിക്കുമ്പോഴാണ് ആക്ച്വലി നമ്മുടെ ജീവിതത്തിൽ ഏതൊക്കെ മേഖലകൾ നമ്മൾ ഒരുക്കപ്പെടാൻ ആഗ്രഹമുണ്ടോ, എവിടേക്കാണ് നമ്മൾ തകർന്നു പോയിരിക്കുന്നത്, എവിടേക്കാണ് നമ്മൾ പണിയപ്പെടുവാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ആ തലത്തിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ബലഹീന തുണ നിന്ന് നമ്മളെ മോൾഡ് ചെയ്ത് സ്വന്തം ദൈവത്തിന് ഇഷ്ടമുള്ള പാത്രമാക്കി. അതാണല്ലോ കുശവന്റെ കയ്യിൽ നിന്ന് കളിമണ്ണ് താൻ ഉണ്ടാക്കിയ ഒരു പാത്രം ഷേപ്പും മാറിപ്പോയി. പക്ഷെ അത് വിട്ടുകൊടുത്തില്ല ദൈവം. ആ കുശവൻ പുതിയൊരു തരത്തിലേക്ക് ആ പാത്രത്തെ മെനഞ്ഞെടുത്തതുപോലെയാണ് സ്വത്രം ദൈവാത്മാവിൽ നിറഞ്ഞ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുന്ന തന്റെ ഭക്തന്മാരുടെ ജീവിതം. താഴ്ചയും വീഴ്ചയും എല്ലാവർക്കും ഉണ്ട്. പക്ഷേ ഭാരപ്പെടാം, നിരാശ വരാം, വേദന തോന്നാം, എല്ലാം ഈ ലോകത്തിലെല്ലാം നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടത് വന്നാലും ശരി, ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം, ഈ ആത്മാവിനെ പ്രാപിച്ച ഒരു വ്യക്തിക്ക് സ്തോത്രം അവൻ സടകുടഞ്ഞ് എഴുന്നേൽക്കും. കാരണം എന്നും കിടക്കാൻ ദൈവം അനുവദിക്കത്തില്ല സ്തോത്രം. ഞാൻ പറയട്ടെ, ഏലിയാവിനോട് ദൈവം പറഞ്ഞു സ്തോത്രം, ഏലിയാവ് നിനക്ക് എന്താ ഇവിടെ കാര്യം, ഈ ഗുഹയിൽ എന്താ കാര്യം? അപ്പം ഇത്രയും വലിയ ശുശ്രൂഷ ചെയ്ത ഏലിയാവിന് പോലും വിഷമമുണ്ടായി, താൻ ഗുഹയിൽ ഒളിച്ചു. പക്ഷെ ദൈവം പറയുന്ന സ്വത്തം, നിനക്ക് ഇവിടെ എന്താ കാര്യം, നീ പുറത്തു വാ. ദൈവം നമ്മളെ വിളിക്കുന്നത് അങ്ങനെ സ്തോത്രം. നമ്മൾ സഹോദരിമാരാണെങ്കിലും നമുക്ക് ഒരു കഴിവില്ലെന്ന് നമ്മൾ മാനുഷികമായി ചിന്തിച്ച് നമ്മൾ അതിനെക്കുറിച്ച് നമ്മൾ വ്യാകുലപ്പെട്ട് കർത്താവിന് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ഒരു കാര്യം ഓർത്തോണം, നമ്മളെ ബലപ്പെടുത്തുന്ന ഒരു ദൈവത്തിന്റെ കരങ്ങളിലാണ് നമ്മൾ വാസം ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഏതൊക്കെ പരിമിതികളുണ്ടോ, നമ്മുടെ ജീവിതത്തിൽ ഏതെല്ലാം ഉയരാൻ കഴിയാതെ വണ്ണം നമ്മളെ അടിച്ചമർത്തുന്ന എന്തെങ്കിലും വിഷയമുണ്ടോ സ്വത്രം, ആ വിഷയത്തെ ഓവർകം ചെയ്യുന്ന സ്വത്രം ക്രിസ്തുവിൽ ദൈവവചനത്തിലും പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലും സ്വത്രം ഈ ദിവസങ്ങളിൽ നമ്മൾ എഴുന്നേൽക്കാൻ തയ്യാറായാൽ നിശ്ചയമായി സ്വത്രം നമ്മുടെ പരിമിതികളെ മാറ്റിക്കൊണ്ട്, നമ്മുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളെ മാറ്റിക്കൊണ്ട്, ജീവിതത്തിന്റെ അവസ്ഥകളെ മാറ്റിക്കൊണ്ട് സ്വത്രം മനുഷ്യരും ഈ ലോകം എഴുതുന്ന ആ വിധികളെ മാറ്റിക്കൊണ്ട് സ്വത്രം നമ്മൾ പോലും ചിന്തിക്കുന്ന ആ വിധികളെ മാറ്റിക്കൊണ്ട് സ്വത്രം എന്നെ നിങ്ങളെ ഉയർത്തി ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തുവാൻ ദൈവത്തിന് കഴിയും സ്വത്രം. അനുഭവസ്ഥയായതുകൊണ്ട് ഞാൻ പറഞ്ഞ സ്വത്രം, ഒരിക്കലും ഒരു വചനം പറഞ്ഞ് ആരുടെ മുമ്പിൽ നിൽക്കാൻ എനിക്ക് കഴിയത്തില്ലായിരുന്നു സ്വത്രം, ഭയമായിരുന്നു സ്വത്രം. പക്ഷേ ഇന്ന് അനേകർ മുമ്പിൽ ദൈവം എന്നെ നിർത്തിയതിന്റെ പിന്നിൽ സ്വത്രം എന്നെ ശക്തീകരിക്കുന്ന ഒരു കരമുണ്ട് സ്വത്രം, എന്നെ ബലപ്പെടുത്തിയ ഒരു കരമുണ്ട് സ്വത്രം. പരിശുദ്ധാത്മാവ് ഒരുവന്റെ മേൽ വരുമ്പോൾ സ്വത്രം അവൻ സകല സത്യത്തിലും നീതിയിലും വഴി നടത്തുവാൻ ഇടയായി തീരും സ്വത്രം. ഇത് സത്യത്തിന്റെ ആത്മാവാണ് സ്വത്രം, ഇത് ശക്തിയുടെ ആത്മാവാണ് സ്വത്രം, ഇത് ആശ്വാസദായകനാണ് സ്വത്രം. നമ്മുടെ ജീവിതത്തിൽ നല്ലൊരു അല്ലെങ്കിൽ ഉപദേശകനായി പരിശുദ്ധാത്മാവ് നമ്മോട് കൂടിയിരിക്കും സ്വത്രം. നമോ നമോ പാരിതിൽ പരനായുദിച്ച പരാപരപ്പൊരുളേ, നീ വാനൂർ വാഴ്ത്തും നായക, ഞങ്ങളിൽ വാനൂർ വാഴ്ത്തും നായക, സർവലോകനായക നമോ നമോ, സർവലോകനായക നമോ നമോ, ജീവനറ്റവരിൽ കനിഞ്ഞ നിരാമരവരധ, നീ വാനൂർ വാഴ്ത്തും നായക, ഞങ്ങളിൽ വാനൂർ വാഴ്ത്തും നായക, ജീവജാല പാലക നമോ നമോ, ജീവജാല പാലക നമോ നമോ, ദിവ്യകാന്തിയിൽ വ്യാപിച്ചന്തത മാറ്റും ഭാസ്കര,
നീ വാ വാ വാനൂർ വാഴ്ത്തും നായക ഞങ്ങളിൽ വാ വാ വാനൂർ വാഴ്ത്തും നായക ആമേൻ. ജീവനേ എൻ ജീവനേ നമോ നമോ ജീവനേ എൻ ജീവനേ നമോ നമോ പാപികൾക്കമിതാനന്ദപ്രദനാം കൃപാകര നീ വാ വാ വാനൂർ വാഴ്ത്തും നായക ഞങ്ങളിൽ വാ വാ വാനൂർ വാഴ്ത്തും നായക. അമേൻ. Praise the Lord. അനുഗ്രഹമായിട്ട് പാടുവാൻ കർത്താവ് സഹായിച്ചു. അമേൻ. സ്തോത്രം. പാസ്റ്ററിന് കുടുംബങ്ങളോട് ഒരു വാക്ക് പറഞ്ഞ് നമുക്ക് പാസ്റ്റർ തന്നെ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഫിനിഷ് ചെയ്യാം. സ്തോത്രം. എന്താ പറയാൻ മനസ്സിലായി? കുടുംബങ്ങളോട്. യെസ്, ഇത് ശ്രദ്ധിക്കുന്നല്ലേ? യെസ്. പ്രിയരെ, ഇത്രയും സമയം നിങ്ങൾ ജീവനുള്ള അനുഭവ സാക്ഷ്യം കേട്ടല്ലോ. പ്രിയ കർത്താവിൻ്റെ ദാസി എൻ്റെ ഭാര്യയും കൂടെ ചേർന്ന് നിന്നുകൊണ്ടുള്ള ആ ഒരു അഭിമുഖവും ഒക്കെ നിങ്ങൾ കേട്ടു. ഞാൻ വിശ്വസിക്കുന്നു ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ ഒരു അനുഗ്രഹവും നിങ്ങളെ സ്പിരിച്വലി കർത്താവ് ഒരുപാട് അനുഗ്രഹിക്കുകയും ഒക്കെ ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കാരണം ജീവനുള്ള സാക്ഷ്യമാണ്. ആ അനുഭവം എന്ന് പറയുന്നത് അനുഭവിച്ചറിഞ്ഞിട്ടുള്ളവർക്ക് അതിൻ്റെ അത്രത്തോളം ആഴം മനസ്സിലാക്കുവാൻ കഴിയുകയുള്ളൂ. എല്ലാം ഒന്നും പറഞ്ഞിരിക്കുവാൻ കാണത്തില്ല, കാരണം സമയം അത്ര തികഞ്ഞു കാണത്തില്ല. എങ്കിലും ഇനിയും അവസരങ്ങൾ ഉണ്ടാകുമ്പോൾ ഇനി ഞങ്ങൾ രണ്ടുപേരും കൂടെ വരും. ഇപ്പോൾ പ്രിയ സിസ്റ്റർ എന്നോട് പറഞ്ഞു, പക്ഷേ എനിക്ക് അതിനൊരു പറയാനൊരു സമയത്തിന്റെ അല്ല, ഇപ്പോൾ അതിനൊരു ഞാൻ മൈൻഡ് ഫ്രഷ് അല്ല, അതിനായിട്ടൊരു തയ്യാറെടുപ്പല്ല ആക്ച്വലി. ഇനിയൊരു സമയത്ത് ഞാൻ നന്നായിട്ടൊരു തയ്യാറെടുപ്പോടുകൂടെ അത് ദൈവം അനുവദിച്ചാൽ നിങ്ങളുമായി ഞാൻ സംസാരിക്കുന്നതാണ്. പ്രത്യേകിച്ച് നിങ്ങൾ എല്ലാവരെയും ദൈവം ബ്ലസ് ചെയ്യട്ടെ. നമ്മുടെ യേശു ജീവിക്കുന്നു. അവൻ ഇന്നും എന്നേക്കും വാഴുന്ന കർത്താവ്. കർത്താവിന്റെ കൃപയും സമാധാനവും ആശ്വാസവും നിങ്ങൾ എല്ലാവരോടും കൂടെ ഇരിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഗോഡ് ബ്ലസ് യു ആൾ. ആമേൻ. താങ്ക് യു മക്കളെ. ഗോഡ് ബ്ലസ് യു എവരിവൺ. പ്രൈസ് ലോർഡ് മക്കളെ. അപ്പോൾ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വളരെ സന്തോഷം. ഈ ഒരു യാത്രയിൽ ആക്ച്വലി ഇതിനൊക്കെ സഹായിച്ചത് ദൈവമക്കളുടെ പ്രാർത്ഥനയാണ്. തീർച്ചയായിട്ടും നമ്മൾ ഒരുവനോട് പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ ഉപരിയായി അവരുടെ ഉള്ളത്തിൽ ആത്മഭാരം കൊടുത്തിട്ട് അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ ഒരു പ്രാർത്ഥനയാണ് ജീസസ് ഇസ് ഗോഡ് ചാനലിലൂടെ നമ്മൾ മറ്റുള്ളവരോട് പറയാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ പ്രാർത്ഥന തേടി പോവുകയല്ല, കർത്താവ് നമുക്ക് പ്രാർത്ഥിക്കാനായി അഭിഷിക്തകളെ അയച്ച് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ഏറ്റവും വലുത്. ഹല്ലേലൂയ. ഇപ്പം നമ്മൾ മനോഹരം പാസ്റ്ററിൻ്റെ മീറ്റിംഗ് ആണല്ലോ, നമ്മൾ പറഞ്ഞിട്ടില്ല പാസ്റ്റർ ഇങ്ങോട്ട് പരിശുദ്ധാത്മാവ് ഗൈഡ് ചെയ്യും. അതുപോലെ തന്നെ ഇപ്പോൾ നടന്ന മീറ്റിങ്ങുകളും ഈ ടെസ്റ്റ് മണി രാവിലെ നടന്നതും ഇന്നലെ വൈകിട്ട് നടന്നതും എല്ലാം യാദൃശ്ചികമായി വാഗ്ദത്തത്തിൻ്റെ നിറവേറ്റമാണ്. ക്രിസ്തുവിനോട് താരസിനെ ഒത്തിരി ഞാൻ സ്നേഹിക്കുന്നു. കാരണം ആമേ എങ്ങനെ ഇരുന്ന ഒരു കുടുംബത്തിൽ നിന്നും എങ്ങനെയൊക്കെ കർത്താവ്, അപ്പോഴൊക്കെ വിഷമം ഉണ്ടായിരുന്നു സിസ്റ്ററിന് എങ്ങനെ ആയിത്തീരുമെന്ന്. പക്ഷേ ഒരമ്മ നഷ്ടപ്പെടുമ്പം അനേക അമ്മമാരെ തരുമെന്ന് പറഞ്ഞില്ല. ലിസിയാൻ്റെ ഇവിടെ ഒരു അമ്മയാക്കി അവർക്ക് കൂട്ടാക്കി വെച്ചു. ഈ സഭയെക്കുറിച്ചും അല്പകാര്യം പാസ്റ്റർ പറയണമെന്ന് ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ഇത് എവിടെയായിരിക്കുന്നു എന്നൊക്കെ ഒന്ന് പറഞ്ഞാട്ടെ പാസ്റ്റർ, പറഞ്ഞോളൂ. സിസ്റ്റർ, നമ്മുടെ സഭ എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് ശ്രീകാര്യം പൗടിക്കോണം എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ നമ്പറോട് ഒന്ന് ഷെയർ ചെയ്തോളൂ. ശരി, നമ്പർ തീർച്ചയായും പറയാം. 9895139056 ഇതാണ് ഞങ്ങളുടെ ഫോൺ നമ്പർ. വളരെ സന്തോഷം, ഭയങ്കര സന്തോഷം. കാരണം ഒരിക്കൽ നമ്മൾ എല്ലാവരും കൂടെ ചേർന്ന് ഇവിടെ ആരാധിക്കും. ചില പ്രോഗ്രാമുകളൊക്കെ ഇവിടെ ആയിരിക്കും നമ്മൾ ചെയ്യാൻ പോകുന്നത്. തീർച്ചയായിട്ടും നമ്മൾ തിരുവനന്തപുരത്ത് ഒരു മീറ്റിംഗ് ഉണ്ടെങ്കിൽ ഇവിടെ ആയിരിക്കും നമ്മൾ ചെയ്യാൻ പോകുന്നത്. വേഗത്തിൽ കർത്താവ് ചെയ്തതിനായി നമ്മൾക്ക് സ്തോത്രം ചെയ്യാം. അവർ ഗോഡ് ഈസ് ഗുഡ് ഓൾ ദ ടൈം. നെവർ നെവർ ഗീവ് അപ്പ്. ആമേൻ. ഗോഡ് ബ്ലെസ് യു. ടേക്ക് കെയർ. ആമേൻ. സ്തോത്രം.